നമുക്കറിയാം, മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താ? ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ. ഞങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി ഓരോരുത്തരും ഓരോ മാധ്യമ പ്രവർത്തകരാണ്. അവർക്ക് സാധ്യമാകുന്ന നിലയിൽ അവരുടെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിന്റെയും ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും. ഞങ്ങൾ ഓരോരുത്തരും മാധ്യമ പ്രവർത്തനം ഏറ്റെടുക്കും. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വസ്തുതകൾ പറയാൻ തയ്യാറാകാതെ പോകുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പോ റീൽസ് ഇടരുത്, റീൽസിന് നിരോധനം. ഇങ്ങനെ കരയണോ? ഞങ്ങളുടെ റീൽസിന്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ, ഞങ്ങളുടെ സഖാക്കളുടെ റീൽസിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റീച്ച് വരുമ്പോ ഇങ്ങനെ കരഞ്ഞിട്ട് റീൽസിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ UDF എന്ന മുന്നണിയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും തരംതാണ് പോയില്ലേ? ഞങ്ങൾ ഇനിയും റീൽസ് ഇടും, ഞങ്ങൾ ഇനിയും പ്രചരിപ്പിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രചരണം നടത്തും. സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിന്റെ നേട്ടങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിക്കും. ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഫ്ലെക്സ് വെച്ചതും റീൽസ് വെച്ചതും ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണെങ്കിൽ ആ ക്രെഡിറ്റ് പൊളിയുന്ന സമയത്തും നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 5600 കോടി രൂപ മുടക്കിയത് മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ 2016 LDF സർക്കാരിന്റെ ഇടപെടൽ, LDF സർക്കാർ അല്ലായിരുന്നു കേരളത്തിലെ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു സംശയം നടക്കില്ലായിരുന്നു. അത് ഞങ്ങൾ പറയണ്ടേ? പിന്നെ മായാവി സിനിമയിലെ മമ്മൂട്ടിയെ പോലെ അദൃശ്യനായി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഭരണ നേട്ടവും ജനങ്ങളിൽ എത്തിക്കാതെ അദൃശ്യനായി നടക്കണം, മായാവിയിലെ മമ്മൂട്ടിയെ പോലെ? അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർക്കറിയാം ഇത് മറ്റ് നിലയിൽ പ്രചരിപ്പിക്കപ്പെടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. മറ്റ് നിലയിൽ പ്രചരിപ്പിക്കപ്പെടില്ല. മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇത് അത്രത്തോളം പ്രചരിപ്പിക്കില്ല. അപ്പോ ഞങ്ങളുടെ ഏക പ്രചരണ മാർഗം എന്താണ്? സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ പുതിയ കാലത്ത് ഏറ്റവും സൗകര്യമുള്ള എന്താണ്? റീൽസ് ആണ്. ഏറ്റവും സൗകര്യമുള്ള യൂട്യൂബിലെ ഷോർട്സ് ആണ്. വളരെ കുറച്ച് സമയം ആള് കാണൂ. അത് ഞങ്ങൾ ഇടരുത്. ഇതെന്താ അടിയന്തരാവസ്ഥയാണിത്. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗമായ ഞാനോ, ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു പൗരനോ റീൽസ് ഇടരുത്, അല്ലെങ്കിൽ റീൽസ് ഇടുന്നതിന് ആകെ അവഹേളിക്കുന്ന നില വന്നാൽ ഇത് അടിയന്തരാവസ്ഥക്ക് തുല്യമായ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? അതല്ലേ ഇവിടെ BJP UDF നടത്തുന്നത്? ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. അതിൽ ഒരു സംശയവുമില്ല ഡോക്ടർ അരുൺ. ഇതിൽ ഞാൻ